സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും വളരെ ചെറിയ ഒരു വിഷയം, പക്ഷേ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ശരിക്ക് ഈ പ്രശ്നം വയ്ക്കുക എന്ന ഒരു വരി വളരെ പ്രത്യേകതയുള്ളതാണ് കേരളത്തിൽ. പണ്ടൊക്കെ നമ്മളുടെ വീടുകളിൽ പ്രശ്നം വയ്ക്കുക എന്നുള്ളത് വളരെ കോമണാണ്. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ പ്രശ്നം വയ്ക്കാൻ ആൾക്കാർ വീട്ടിലേക്ക് വരും, ആളെ നമ്മൾ ക്ഷണിച്ചു വരുത്തും. മറ്റു പല കാര്യങ്ങൾക്കും വീട്ടിലേക്ക് വരുന്ന പോലെ കവടിയും ഒരു പലകയുമായിട്ട് വരും. എന്നിട്ട് ഏത് രീതിയിലാണ് കമ്പയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അറിഞ്ഞൂടാ. ഒരു പച്ചക്കറി വെജിറ്റബിൾ കച്ചവടക്കാരനെ പോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. കൈരേഖ നോക്കുന്ന ആളെ പോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. വീട്ടിലേക്ക് വരുന്ന ജോലിക്കാർ, വീട് പറമ്പ് കളയ്ക്കാനൊക്കെ വരുന്നവരെ പോലെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. വീട്ടിൽ തേങ്ങ എടുത്തു വെച്ചിട്ട് തേങ്ങ കൊണ്ടുപോകാൻ വരുന്ന ആളെ പോലെയാണെന്ന് ചോദിച്ചാൽ അല്ല. തികച്ചും ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മളുടെ വീടുകളിലേക്ക് ഈ പ്രശ്നം വയ്ക്കുന്ന ആൾക്കാർ നമ്മൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. സ്നേഹാദരങ്ങളോടുകൂടിയാണ് ക്ഷണിച്ചു വരുത്തുക എങ്കിലും അവർ തികച്ചും അതിനൂതനങ്ങളായ ആശയങ്ങളുടെ പ്രചാരകരെന്ന രീതിയിലല്ല. നമ്മൾ തന്നെ പറയാറുണ്ട്, വൈകുന്നേരം 4 മണിക്ക് നമ്മൾ പ്രശ്നം വെക്കുന്ന ആൾ വരും. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, നമ്മളുടെ പോയ മോതിരം അത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കാം, വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം എന്ന് പറയുന്നത് ഒരു കാഷ്വൽ വരിയാണ്. അത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ധാരാളം വ്യക്തികൾ അങ്ങനെ തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ വാസ്തുവിദ്യ, വീട് വയ്ക്കുന്നതിന് വാസ്തു വളക്കാൻ വരുന്നവരും വീടിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് കുറ്റി തറയ്ക്കാൻ വരുന്നവരെ പോലെ ആണ് അവർ വരിക. അതൊരു ഏകദേശ കമ്പാരിസണാണ്. ശരിക്കും വേർഡ് ബൈ വേർഡ് കമ്പാരിസൺ എടുക്കരുത്. ഓരോന്നും അതാതിൻ്റെ പ്രാധാന്യവും അതാതിൻ്റെ രീതിയിലുള്ള കുലീനത്വവും ശ്രേഷ്ഠത്വവും ആത്മീയതയും എല്ലാം ഉണ്ട്. ഈ പ്രശ്നം വയ്ക്കുന്ന ആൾ, പ്രശ്നം വയ്ക്കുക എന്ന വാക്ക് യഥാർത്ഥത്തിൽ ചോദ്യം ചോദിക്കലിനെയാണ് ഈ പ്രശ്നം എന്ന് പറയുക. 2 അർത്ഥത്തിൽ പ്രശ്നം. ഒന്ന് പ്രോബ്ലം എന്ന അർത്ഥത്തിൽ, 2 ക്വസ്റ്റ്യൻ എന്ന അർത്ഥത്തിൽ. നമ്മൾ ഈ ജാതകം നോക്കാൻ പുറപ്പെടുന്ന വ്യക്തികൾ, അവർ ജാതകം നോക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വയ്ക്കുന്നതിന് വലിയ പ്രോബ്ലം ഇല്ല. ജാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഗ്നമാണ്. നമ്മളുടെ പ്രശ്നം വയ്ക്കുന്നതിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ലഗ്നം തന്നെയാണ്. ലഗ്നം അറിഞ്ഞാൽ പിന്നെ രാശിചക്രം വരച്ച്, യഥാർത്ഥത്തിൽ ഒരു പലക വെച്ച് രാശിചക്രം വരച്ച് ബാക്കി ഗ്രഹങ്ങളെയൊക്കെ കൃത്യമായിട്ട് അവരെഴുതി വയ്ക്കും, ചോക്ക് കൊണ്ട് എഴുതി വയ്ക്കും. അതിൽ ലഗ്നം നോക്കുക. ഇത് വെറുതെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇത് അഗാധ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു വിഷയമാണ്, പോകണമെന്നുള്ള താല്പര്യമുള്ളവർക്ക്. യഥാർത്ഥത്തിൽ ഈ ലഗ്നം കണ്ടെത്തുക എന്നുള്ളത് എങ്ങനെയാണ്? നമ്മുടെ ജാതകത്തിൽ ലഗ്നം കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം സൂചിപ്പിച്ചു, ലഗ്നസ്ഫുടം. വൃശ്ചിക മാസം 1-ാം തീയതി ആണെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയം വൃശ്ചികം 1-ാം തീയതി ഉദയം 1 ഡിഗ്രിയിലായിരിക്കും ലഗ്നം നിൽക്കുക. 2-ാം തീയതി ഉദയം വൃശ്ചികം 2 ഡിഗ്രിയിലായിരിക്കും. 3-ാം തീയതി സൂര്യൻ ജർക്ക് ചെയ്ത് 3 ഡിഗ്രിയിൽ വരും. അപ്പോൾ വൃശ്ചികം 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി ആകുമ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ച ഉടനെ വൃശ്ചികം രാശി, അത് കഴിഞ്ഞ ഉടനെ വൃശ്ചികം ധനു രാശിയിലേക്ക് സൂര്യൻ കടക്കും. ആ സൂര്യൻ എത്ര സമയം അവിടെ ഒരു രാശിയിൽ ഫുൾ രാശി ഉണ്ടെങ്കിൽ 2 മണിക്കൂറാണ് ഉണ്ടാവുക. 12 രാശിയെ 24 മണിക്കൂറാക്കാണ്. അപ്പോൾ ഒരു രാശിയിൽ 2 മണിക്കൂറാണ് സൂര്യൻ ഭൂമി കറങ്ങുന്നത് കൊണ്ട് നിലനിൽക്കുന്നത്.
ഭൂമി കറങ്ങുമ്പോൾ വൃശ്ചിക മാസം 1-ാം തീയതി ആണെങ്കിൽ 2 മണിക്കൂർ സൂര്യൻ ലഗ്നം വൃശ്ചിക രാശിയിലൂടെ പോകും. പിന്നെ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ലഗ്നം എന്ന് പറയുന്ന റൈറ്റ് അസെൻഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അത് ധനു രാശിയിലേക്ക് 2 മണിക്കൂർ, പിന്നെ വൃശ്ചികം, ധനു, മകരം രാശിയിലേക്ക് 2 മണിക്കൂർ. അങ്ങനെ കഴിയുമ്പോൾ രാത്രി വരുമ്പോഴത്തേക്കും വൃശ്ചികം രാശിയുടെ നേരെ ഓപ്പോസിറ്റുള്ള രാശിയിലേക്ക് സൂര്യൻ കിടക്കുമ്പോൾ സന്ധ്യയാവും. 6 രാശികൾ കഴിയും, 12 മണിക്കൂർ കഴിയും. ബാക്കിയുള്ളത് രാത്രി രാശികളാണ്. അപ്പോൾ വൃശ്ചികം രാശിയുടെ സന്ധ്യ ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇടവം രാശിയിൽ, നേരെ 7ാമത്തെ രാശിയിൽ. അപ്പം അങ്ങനെ കറക്റ്റ് അസ്ട്രോണമിക്കൽ പാരാമീറ്ററിലാണ് ലഗ്നം കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ വൃശ്ചിക മാസം 1-ാം തീയതിയാണ് കുട്ടി ജനിച്ചത്. ഉദിക്കുന്ന സമയത്താണെങ്കിലാണ് ലഗ്നം വൃശ്ചികം 1 ഡിഗ്രിയിൽ വരുന്നത്. ഉദിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ ലഗ്നം 15ാമത്തെ ഡിഗ്രിയിലായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ നീണ്ടു 2 മണിക്കൂറിനെ നമ്മൾ ഹാഫ് ആക്കിയിട്ട് മാറ്റുകയാണ്. 1 മണിക്കൂർ ഉദിച്ചിട്ട് 1 മണിക്കൂറാണെങ്കിൽ 15 ഡിഗ്രി. ഉദിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്തതിലേക്ക് കടന്നു കഴിഞ്ഞു, വൃശ്ചികം ധനുവിലേക്ക് കടന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതിനെ ഞാൻ വീണ്ടും പറയുന്നു, ഇതിനകത്ത് സ്പിരിച്വാലിറ്റി ഇല്ല, പ്രൊഡിക്ഷൻ പാർട്ടി ഇല്ല, പ്യൂർലി മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമിയാണ്. ഇനി നമ്മൾ പ്രശ്നത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമ്മൾ പ്രശ്നം വെക്കാൻ തുടങ്ങുന്ന സമയം, വീണ്ടും ഞാൻ ചില കാര്യങ്ങൾ പറയാം, കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും ആ പ്രശ്നം വെക്കാൻ തുടങ്ങുന്ന സമയത്തിന് നമുക്ക് ആരൂഢ ലഗ്നമായിട്ട് എടുക്കാറുണ്ട്. പ്രശ്നം വെക്കുമ്പോൾ ആരൂഢ ലഗ്നമായിട്ട്. അപ്പോൾ പിന്നെ അവിടെ അസ്ട്രോണമി മാത്രമേ ഉള്ളൂ. ആരൂഢ ലഗ്നം കറക്റ്റായിട്ട് കുട്ടി ആ പ്രശ്നം വെക്കാൻ അയാൾ കബഡി കയ്യിലെടുക്കുന്ന സമയം ആരൂഢ ലഗ്നമാണെങ്കിൽ അസ്ട്രോണമിക്കലാണ്. ഇനി അസ്ട്രോണമിക്കൽ അല്ലാതെ ആരൂഢ ലഗ്നം എടുക്കുന്നവരുണ്ട് അത്രേ. അതായത് ഒരു സ്വർണം ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഈ 12 കോളത്തിൽ എവിടെയെങ്കിലും വെപ്പിക്കുക. അപ്പോൾ സ്വർണ്ണ പ്രശ്നം എന്നതിന് പറയുക. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ, എന്നാലും അറിയാവുന്നത് നിങ്ങളോട് പറയും. സ്വർണ്ണ പ്രശ്നം നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവർ ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി ചേർക്കാം. ഒരാൾ 1 വേ ട്രാഫിക് ആയിട്ട് ക്ലാസ് എടുക്കുന്നു എന്ന് വേണ്ട, നിങ്ങളുടെയും കൂടി ചേർക്കാം. അപ്പോൾ സ്വർണം ലഗ്നത്തിൽ വെക്കുമ്പോൾ അപ്പോൾ അസ്ട്രോണമിക്കൽ പാരാമീറ്റർ പോയി, നേരെ സ്വർണം വെച്ചത് ലഗ്നമായിട്ട് എടുക്കുന്നു. താമ്പൂല പ്രശ്നം നേരെ താമ്പൂലം കൊണ്ടുവന്ന് കോളത്തിൽ വെക്കുമ്പോൾ എന്ന പതിവുണ്ട് ചില സ്ഥലത്ത്, റയറായിട്ടാണ്, എന്നാലും താമ്പൂല പ്രശ്നം. ഇനി ഇതൊന്നുമില്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുന്നു, ചോദ്യം ചോദിക്കുന്ന സമയം, ആ ചോദ്യം ചോദിക്കുന്ന സമയം പ്രശ്ന ആരംഭം, അതിനെ ആ ടൈം അസ്ട്രോണമിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ആരൂഢ ലഗ്നം എടുക്കാം. ലഗ്നം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉള്ള ഗ്രഹങ്ങളെല്ലാം അസ്ട്രോണമിക്കൽ പാരാമീറ്റർ ആയിട്ട് തന്നെയാണ് എഴുതി വെക്കുക. അവരെഴുതി വെക്കും. ഇപ്പോൾ ഏത് രാശിയിലാണ് ബുധൻ ഇരിക്കുന്നത് എന്നുള്ളത് പ്രശ്നം വെക്കാൻ വരുമ്പോൾ തന്നെ കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ കാണാം, ഭൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ബുധൻ, ഗു എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ശിഖി, കേതുവിനെ രാഹുവിനെ ശിഖി, കേതുവിനെ കേതു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ശുക്രനെ ശു എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ചൊവ്വയെ കു എന്ന് എഴുതി വെച്ചാലും സൂര്യനെ രാ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. രവിചന്ദ്രനെ ച എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇതിൽ തന്നെ പലകയിൽ തന്നെ രാശിചക്രം വരച്ചു കൊണ്ടുവന്നിട്ടുണ്ടാവും അവർ. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ളത്. ലഗ്നത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അനുസരിച്ചിട്ട് ഈ 1-ാം ഭാവത്തിൽ 2-ാം ഭാവം മുതൽക്ക് 3-ാം ഭാവം മുതൽക്ക് 12 ഭാവങ്ങളിൽ ഓരോന്നും അവര് ആ ചോദിക്കുന്നതിനനുസരിച്ചിട്ടുള്ള ഉത്തരം കൊടുക്കണം. നമ്മൾ എന്നും ഓർമ്മിക്കാനുള്ളൊരു കാര്യം, വളരെ പ്രധാനമായിട്ട് ഓർമ്മിക്കാനുള്ളൊരു കാര്യം, ഈ പ്രശ്നം വെക്കുക എന്നുള്ളത് റിപ്പീറ്റബിൾ അല്ല. ഒരാൾ ഇന്ന് ഒരു പ്രോബ്ലത്തെക്കുറിച്ച് ശബരിമലയിലെ ശ്രീകോവിലിനകത്ത് സിനിമാ നടി കയറിയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രശ്നം വെക്കുകയാണെങ്കിൽ ശബരിമല ശാസ്താവിന് അശുദ്ധി ഉണ്ടായിട്ടുണ്ടോ, ഇവിടെ ശുദ്ധി കലശം നടത്തണമോ, എല്ലാം ചോദ്യമാണ്. പ്രശ്നം ചോദ്യമാണ്. ആ ചോദ്യം
ചോദിക്കുന്നതാണ് പ്രശ്നം വെക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളത്. അപ്പം നമ്മൾ അറിയാതെ ഈ ചോദ്യം ചോദിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഉത്തരം വരിക. എന്താ അങ്ങനെ ചോദിച്ചാൽ എന്താ അർത്ഥം? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഒരാൾ വന്ന് പ്രശ്നം വെച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം മടക്കിയെടുത്ത് അദ്ദേഹം പോയി. അപ്പം കുറേ പേർക്ക് സംശയമുണ്ട്. വേറൊരാളെ കൊണ്ടുവന്ന് വേറൊരു ദിവസം വീണ്ടും പ്രശ്നം വെപ്പിച്ചു. ഈ ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞ രീതിയിലാവണമെന്നില്ല രണ്ടാമത്തെ ആൾ. ചോദ്യം ചോദിക്കുന്ന സമയം ആരുടെ ലഗ്നം ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് വരുന്ന ചോദ്യങ്ങളുടെ അനുസരിച്ചിട്ടായിരിക്കും യഥാർത്ഥത്തിൽ ഉത്തരം പറയാം. അപ്പോൾ പ്രശ്നം വെക്കൽ റിപ്പീറ്റബിൾ അല്ല, കുറേ പറയുകയാണെങ്കിൽ റാഷണൽ അല്ല, യുക്തിക്ക് യോജിച്ചതല്ല, അത് ആവർത്തിക്കാൻ സാധിക്കില്ല, അതുപോലെ തന്നെ സയൻറ്റിഫിക് അല്ല, റീപ്രൊഡ്യൂസബിൾ അല്ല, റിപ്പീറ്റബിൾ അല്ല, റാഷണൽ അല്ല, സയൻറ്റിഫിക് അല്ല. പക്ഷേ വളരെ യൂസ്ഫുൾ ആണത്. എന്താ വളരെ യൂസ്ഫുൾ എന്ന് പറയുന്നത് അറിയാമോ? പ്രധാനമായിട്ടും നമ്മളുടെ വീടുകളിൽ വരുമ്പോൾ പ്രശ്നം വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അറിയുന്നില്ല എന്നുള്ളതല്ല. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ പ്രോബ്ലം ഉള്ളത് എന്തെങ്കിലുമെല്ലാം സംഭവിച്ചാൽ ഭയപ്പെട്ടുകൊണ്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് അത്രയും ഭയമൊന്നും ആർക്കും ഇല്ല. പ്രധാന കാരണം അടുത്തടുത്ത് വീട്, ഫ്ലാറ്റ്, എല്ലാവരും സയൻറ്റിഫിക്കായി നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, വളരെയധികം കോമൺ സെൻസ് ഉണ്ട്. പിന്നെ ജീവിതത്തിൽ പണ്ടത്തെക്കാളും കുറേ കൂടുതൽ യാത്രകളും മറ്റു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനും ബാക്കി എല്ലാത്തിനും പോകുമ്പോൾ പണ്ടത്തെ അത്രയും നടന്ന കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ തല ഉപയോഗിക്കാറില്ല, ചിന്തിച്ച് ഭയപ്പെടാറില്ല, ഭയപ്പെടുത്താറുമില്ല. പണ്ട് അങ്ങനെയല്ല. ഒരു അകാല മൃത്യു നടന്നു, ഒരു ആക്സിഡന്റ് സംഭവിച്ചുവെങ്കിൽ നമുക്ക് ആ കാര്യം അറിയാം. എന്താ കാര്യം? ആക്സിഡന്റ് സംഭവിച്ചു എന്ന കാര്യം അറിയാം. ഇനി അതിന് കാരണം അറിയാത്തിടത്തോളം ഉറക്കം വരില്ല പലർക്കും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ആക്സിഡന്റ് നടന്നു, അബദ്ധത്തിൽ അപ്പോഴേ പറഞ്ഞത് ഓവർ സ്പീഡിൽ വിടരുത്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, വണ്ടി കയ്യിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ സോൾവ് ചെയ്യും. പണ്ട് പലപ്പോഴും അങ്ങനെയല്ല. ആക്സിഡന്റ് നടന്ന എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, നമുക്ക് എവിടെയോ ഒരു ഇത് പറ്റിയിട്ടുണ്ടെന്ന് ഇങ്ങനെ ആരെങ്കിലും പ്രായമായവരോ കാരണവരോ ആരെങ്കിലും എന്തെങ്കിലും പറയും. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കൂടി സംഭവിച്ചാൽ 1-2 ആയല്ലോ ഇങ്ങനെ, എന്താ ഇതിൻ്റെ പുറകിൽ, എന്താ ഇതിന് കാരണം, നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ. ഇപ്പം നമുക്ക് പ്രശ്നക്കാരനെ കൊണ്ടുവരിക, അദ്ദേഹം കബഡിക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരനെ കൊണ്ടുവരിക, അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും. അപ്പം നമ്മളുടെ മുമ്പിൽ നമുക്കൊരു ഉത്തരം കിട്ടണം, കാര്യത്തിൻ്റെ പുറകിലുള്ള കാരണം നമുക്ക് കിട്ടണം. കാരണം കിട്ടിയാൽ പിന്നെ നമുക്ക് സമാധാനമായി. കാരണത്തിന് ഒരു സൊല്യൂഷനും അങ്ങനെ പറഞ്ഞു തരും. ഈ കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ, കാരണം അറിഞ്ഞു കഴിഞ്ഞ് കാരണത്തിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയാൽ നമ്മൾക്ക് സമാധാനമായി. എൻ്റെ കുട്ടിക്ക് എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്? ഇപ്പോൾ അമ്മയ്ക്ക് വിഷമോ അച്ഛന് വിഷമോ എല്ലാ വിഷമം. അപ്പോൾ പ്രിൻസിപ്പാൾ വിളിച്ച് പറഞ്ഞു, ക്ലാസ് ടീച്ചർ വിളിച്ച് പറഞ്ഞു, സാറേ ഇപ്രാവശ്യം CBSEക്ക് തെറ്റുപറ്റി, സിലബസിൽ ഇല്ലാത്ത ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്, സിലബസിൽ ഇല്ലാത്ത 5 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് 20 ചോദ്യങ്ങളിൽ, എങ്ങനെയാണ് കുട്ടികൾക്ക് മാർക്ക് കിട്ടുക എന്ന് ടീച്ചർ ഈ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് സമാധാനമായി. അപ്പം മാർക്ക് കുറയുക എന്ന കാര്യത്തിൻ്റെ പുറകിലുള്ള കാരണം മനസ്സിലായി. ഇനി എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എന്തായാലും എല്ലാ കുട്ടികൾക്കും ഇതേപോലെയാണ്. തൃപ്പൂണിത്തുറയിൽ ചിന്മയ മിഷനിൽ എൻ്റെ അടുത്ത ബന്ധു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. വളരെ ഒറ്റ വരിയിൽ പറയാവുന്നേ ഉള്ളൂ. എല്ലാ കുട്ടികൾക്കും മാത്തമാറ്റിക്സിന് 39 മാർക്ക്, 40 കുട്ടികളിൽ 35 കുട്ടികൾക്ക് 39 മാർക്ക്. തൃപ്പൂണിത്തുറ ചിന്മയ മിഷനിൽ പണ്ട് എനിക്ക് അത്ഭുതം തോന്നി, ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നി. പിന്നെ എല്ലാവരും റീവാലുവേഷൻ CBSE കൊടുത്തു. അപ്പോൾ കാരണം എല്ലാവർക്കും 35 കുട്ടികൾക്ക് 39 മാർക്ക് കിട്ടണമെങ്കിൽ എന്തോ കുഴപ്പമില്ല, കുട്ടികളുടെ കുഴപ്പമില്ലല്ലോ. പിന്നെ റീവാലുവേഷനൊക്കെ ചെയ്തില്ലെങ്കിൽ കോർട്ടിൽ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിച്ച മാതിരി ഈ പ്രശ്നത്തിൻ്റെ പുറകിലുള്ള ഒരു ആ കോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രശ്നം വെക്കുക. 2 ആക്സിഡൻ്റ് ഉണ്ടായി, 3 ആക്സിഡൻ്റ് ഉണ്ടായി എങ്കിൽ ഇയാൾ വന്നിട്ട് അയാൾ പ്രശ്നമൊക്കെ വെച്ചിട്ട് അയാൾ പറയും, എന്താ പറയുക, നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛന്
അല്ലെങ്കിൽ അവിടെ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന ഒരാൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ല, അയാളുടെ ആത്മാവ് ശാന്തി കിട്ടിയിട്ടില്ല. ആ ആത്മാവിന് ശാന്തി കിട്ടാത്തിടത്തോളം ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും പേടിയുമായി, പേടി ചിലർക്ക് കൂടുകയും ചെയ്യും. പക്ഷെ ശാന്തി കിട്ടിയാൽ ഇത് മാറും എന്നുള്ളൊരു സൊല്യൂഷൻ കിട്ടി. അപ്പം എന്താ ശാന്തിക്കുള്ള ചെയ്യുക? അതിനിപ്പോൾ ഒരു കാര്യം, 41 ദിവസം എള്ളുതിരി ശിവന്റെ അമ്പലത്തിൽ കത്തിക്കുക മാത്രമല്ല, ഒന്ന് തിരുനെല്ലിയിൽ പോയിട്ട് ഈ പൂർവ്വ പിതൃക്കൾക്കെല്ലാം കൂടി ചേർത്ത് വിസ്തരിച്ച് ഒരു ശ്രാദ്ധ ഇടുക, പിണ്ടകർമ്മം വീണ്ടും നടത്തുക, എന്നിട്ട് അവിടെ വഴിപാട് നടത്തുക. പിന്നെ ഇന്ന അമ്പലത്തിൽ പോയിട്ട് അവർ അവിടെ പോകുമ്പോൾ അവർ പറയും ചില പ്രായശ്ചിത്തങ്ങൾ, അത് ചെയ്യുക. അപ്പോൾ യഥാർത്ഥത്തിൽ കാര്യത്തിൻ്റെ പുറകിലുള്ള കാരണത്തിൻ്റെ പുറകിലുള്ള സൊല്യൂഷൻ ഇത് ലോജിക്കലാണോ സയൻറ്റിഫിക് ആണോ എന്നുള്ളതൊന്നും അല്ല അവിടെ പ്രശ്നം. ഇവരുടെ മനസ്സിലുള്ള ഈ സംശയങ്ങൾ, ഇവരുടെ മനസ്സിലുള്ള ഭയം, ഇവരുടെ മനസ്സിലുള്ള ധാരണകൾ, ഇവരുടെ മനസ്സിലുള്ള തോന്നലുകൾ, അത് കളയാൻ പ്രശ്നക്കാരൻ കൊടുക്കുന്നൊരു സൊല്യൂഷനാണ്. ഞാനിപ്പോൾ പറയുന്നതിനോട് യോജിക്കാത്ത ധാരാളം പേരുണ്ടാവും, അതൊന്നും അല്ല എന്ന് പറയുന്നവരുണ്ടാവും. അപ്പം നിങ്ങൾ ഏതാ വേണ്ടിച്ചാൽ നിങ്ങൾ എടുത്തോളാം. ഇപ്പം ശബരിമലയിൽ ഒരു സ്ത്രീ സിനിമാ നടി കയറി എന്ന് പറഞ്ഞിട്ട് അശുദ്ധിയുണ്ട് എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണ പണിക്കർ, അശുദ്ധിയുണ്ടെന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണ പണിക്കർ എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാണ്, അദ്ദേഹത്തിന് എന്നെ നല്ല ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, നേരിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പം അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, അതിനുള്ള ചാർത്ത് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തി, അതിൽ ചിലർക്കൊക്കെ സംശയം തോന്നിയപ്പോൾ വേറെ വലിയ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന് കവടി നിരത്തി എന്നാ പറയുക, പ്രശ്നം വയ്ക്കുന്നതിൽ പറയുക കവടി നിരത്തി എന്നുള്ളൊരു പദപ്രയോഗം കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യ വിഷനിലൊക്കെ കുറേ അധികം ചർച്ചയുണ്ടായിരുന്നു. അതിൽ മിക്കവാറും ചർച്ചയ്ക്ക് തിരുവനന്തപുരത്ത് പോകുന്നത് ഞാനായിരുന്നു ഇന്ത്യ വിഷനിൽ. അപ്പോൾ അവർ ആദ്യത്തെ പ്രശ്നം വെക്കുന്ന ആള് കഴിഞ്ഞൊരു 50 വർഷത്തെ കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തെ പ്രശ്നം വെക്കുന്ന ആൾ ഒരു 10, 200, 250 വർഷത്തെ ഈ അമ്പലത്തിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ത്യ വിഷൻ്റെ അദ്ദേഹം എന്നോട് ചോദിച്ചത്, CPM-ന്റെ മകനാണ്, അദ്ദേഹത്തിൻ്റെ പേര് നികേഷ് എന്നോട് ചോദിച്ചത്, സാറേ മറ്റേ ആൾ വന്നിട്ട് 50 വർഷത്തെ പറഞ്ഞു, ഇയാൾ വന്നിട്ട് 250 വർഷത്തെ പറഞ്ഞു, ഇനി വേറൊരാൾ വന്നിട്ട് 2000 വർഷത്തെ പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും പറയിപ്പിക്കാൻ പറ്റും. എന്താ കാരണം, ഈ ചോദ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവിടെ നിന്ന് ഉത്തരം വരിക. എല്ലാവരുടെയും സംശയം തീർന്നാൽ തീർന്നു. അപ്പോൾ ഈ അമ്പലം എത്ര കാലമായിട്ടുണ്ട് എന്നൊക്കെ ചോദ്യം വരികയാണെങ്കിൽ കാലം പുറകോട്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടാനായിട്ട് കുറേ ഭാവങ്ങളൊക്കെ ഇതാക്കിയിട്ട് ലഗ്നത്തിൽ നിന്നെടുത്ത് പലതും അവർ നോക്കിയിട്ടായിരിക്കും പറയാം. അപ്പം ഇതിനു മുമ്പ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അപ്പം അതിനൊക്കെ ഉത്തരം പറയും. ഇതിനു മുമ്പ് ഇവിടെ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, സൊല്യൂഷൻ കിട്ടാത്ത രീതിയിൽ അമ്പലത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള 100 കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കനുസരിച്ച്, അതാണ് പ്രശ്നം എന്ന വാക്ക് വരുന്നത്, ക്വസ്റ്റ്യൻ, അതനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും ഇങ്ങനെ വരിക. അപ്പോൾ ഒരു ജ്യോത്സ്യനോട് ചോദിച്ചതിന് മാത്രമേ അദ്ദേഹം ഉത്തരം പറയുള്ളൂ, ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയില്ല. ചിലപ്പോൾ ചോദ്യം വരുന്നത് വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ തകർക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഈ വീടിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും തകർക്കുന്ന വിധത്തിൽ, അതല്ലെങ്കിൽ എൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല, എൻ്റെ മനസ്സിന് സ്വസ്ഥത തകർക്കുന്ന വിധത്തിലുള്ള വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ജ്യോത്സ്യരെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഈ 12 ഭാവവും നോക്കിയിട്ട് ആരുടെ ലഗ്നത്തിൽ നിന്ന് എടുത്തിട്ട് കുറേ കാര്യങ്ങൾ പറയും. ഇനി വേറൊന്നുകൂടി ഇതിനകത്തുണ്ട്. ഈ ജാതകം നോക്കുന്നത് മിക്കവാറും ഒരു ജ്യോത്സ്യനായിരിക്കും. ആ ഒരു ജ്യോത്സ്യൻ പറഞ്ഞുകൊടുകൂടി തീർന്നു. മറ്റേ പ്രശ്നം വെക്കുന്നതിന് പ്രശ്നചിന്ത എന്നൊരു പരിപാടിയുണ്ട്. പ്രശ്നചിന്തകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളിങ്ങനെ 6ാം ഭാവത്തിലാണല്ലോ ഇപ്പോൾ ഗുരു ഇരിക്കുന്നത്. 6ാം ഭാവത്തിൽ ഗുരു വരുമ്പോഴത്തേക്കും എന്തൊക്കെയാ സാധ്യത? അപ്പോൾ ഈ പ്രധാന ജ്യോത്സ്യൻ അയാൾ കുറേ കാര്യങ്ങൾ സംസ്കൃതത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് പറയും. അപ്പോൾ ഇപ്പുറത്തുള്ള ഒരു ജ്യോത്സ്യൻ വേറെ സംസ്കൃത വരികൾ കൂട്ടിയതുകൊണ്ട് ഇങ്ങനെയും പറയണില്ലേ, 6ാം ഭാവത്തിൽ ഗുരു ഉണ്ട്, ഗുരുവിന് അപ്പുറത്തിരിക്കുന്ന ചൊവ്വയുടെ 2ാം ഭാവാധിപതിയായ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ടല്ലോ. അപ്പോൾ ഈ 6ാം ഭാവത്തിലെ പ്രശ്നം വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ.
എന്ന് പ്രശ്ന ചിന്ത അവിടെ നിന്ന് വരും. അപ്പൊ ഇപ്പുറത്തുള്ള ആളും വരും. ചൊവ്വയ്ക്ക് പാപകർത്തരി യോഗം ഉള്ളത് കൊണ്ട്, അപ്പുറത്തും ഇപ്പുറത്ത് പാപഗ്രഹം ഉള്ളത് കൊണ്ടും, ചൊവ്വ ഉച്ചത്തില് മകരത്തിൽ നിൽക്കുന്നത് കൊണ്ടും ചൊവ്വയുടെ ദൂഷ്യം കണക്കാക്കണ്ട, അത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്ന് അപ്പുറത്തുനിന്ന് ചർച്ച ചെയ്യാം. ഇങ്ങനെ പ്രശ്നം ചർച്ച ചെയ്താ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത് സദസ്സിൽ ആർക്ക് വേണമെങ്കിലാവാം. പലപ്പോഴും വികൃതമായ ചോദ്യവും ചില യുക്തിവാദയുടെ അംഗങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളും ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരുമായിട്ടുള്ളവർ വികൃതമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് ചോദിക്കാൻ പാടില്ലെന്ന് പറയില്ല, ഏത് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം നേരത്തെ തന്നെ പ്രധാനപ്പെട്ട ജ്യോത്സ്യൻ പറയും ഇതൊരു ദൈവീകമായ കാര്യമാണ്, വാശിയോ പകയോ വിദ്വേഷമോ അഹങ്കാരമോ എന്തിനെങ്കിലും തകർക്കാനോ എന്തിനെങ്കിലും സ്ഥാപിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നം വെക്കലല്ല. നമ്മുടെ ക്ഷേത്രത്തിൽ ചൈതന്യം കൂടണം, ശുദ്ധി കലശം വേണമെങ്കിൽ നടത്തണം, എവിടെയെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും പരിഹരിക്കണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രശ്നം വെക്കുകയാണെന്ന് ദേവപ്രശ്നം വെക്കുമ്പോൾ പറയും. ദേവപ്രശ്നം വെക്കുമ്പോൾ ഗ്രഹപ്രശ്നം വെക്കുമ്പോൾ പറയില്ല, കാരണം വീട്ടിനകത്ത് അങ്ങനെയുള്ളവർ ഇരിക്കില്ല. യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ഇതിനെ ചോദ്യം ചെയ്യുന്നവരും നിഷേധിക്കുന്നവരും പുച്ഛിക്കുന്നവരും തമസ്കരിക്കുന്നവരും പൊതുവെ ഇരിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ അയാൾ ദേഷ്യപ്പെട്ട് പോവുകയേ ഉള്ളൂ. അപ്പോൾ അവിടെ വക്രമായ വികൃതമായിട്ടുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളും പുച്ഛസ്വരത്തിലുള്ള ചോദ്യങ്ങളും വരില്ല. വീടുകളിലും വ്യക്തിയുടെ കാര്യത്തിലും പൊതു പ്രശ്നത്തിൽ ഇത് വരും. അപ്പം അങ്ങനെയുള്ളവരെ അകത്തിരുന്നുകൊണ്ട് ഒരല്പം ആത്മീയത കൂടി ചേർത്ത് കൺട്രോൾ ചെയ്യും. ഞാൻ നേരത്തെ ഒരു വരി പറയുകയുണ്ടായി, നമ്മളിപ്പോൾ ഇത് സയൻറ്റിഫിക് അല്ല, റാഷണൽ അല്ല, റീപ്രൊഡ്യൂസബിൾ അല്ല, റിപ്പീറ്റബിൾ അല്ല, എങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് പറയേണ്ടത്. എന്തുകൊണ്ടാണ് യൂസ്ഫുൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ പൊതു കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഒരാൾ നല്ല അമ്പലം പ്രതിഷ്ഠിക്കുക, അമ്പലപ്രതിഷ്ഠയുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി ഇനി ഉപദേവതമാരെ പ്രതിഷ്ഠിക്കണം. ആരെ പ്രതിഷ്ഠിക്കണം? അപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന വ്യക്തികൾക്ക് അവിടെ ഒരു ശാസ്താവിൻ്റെ ഉപദേവത വേണമെന്നൊരാഗ്രഹം ഉണ്ടാവും. അയാൾ പറയും ശാസ്താവ് ഉപദേവത വേണം. അപ്പോൾ എന്ത് പറ്റും? ഇവർ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ശാസ്താവിന് ഇവിടെ ചൈതന്യം പ്രത്യേകിച്ച് ഇല്ലാത്തത് കൊണ്ട് ശാസ്താവ് വേണമെന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ പ്രശ്നം വരുന്നത് വേണ്ട എന്ന് പറയുന്നൊരു പ്രശ്നമില്ല. മറ്റൊരാൾ എന്ത് പറയും? ഒരു സായിബാബയുടെ, ഷിർദി സായിബാബയുടെ ഒരു പ്രതിഷ്ഠ വേണം, മുരുകൻ്റെ ഒരു പ്രതിഷ്ഠ വേണം, അതല്ലെങ്കിൽ ഗണപതിയുടെ ഒരു ഉപദേവതാ പ്രതിഷ്ഠ വേണം, ഒരു ദേവിയുടെ പ്രതിഷ്ഠ കൂടി വേണം. അത് മാത്രമല്ല, ഈ പ്രദേശത്ത് പണ്ട് ഒരു മാരാര് തൂങ്ങി മരിച്ചിട്ടുണ്ട്, ആ ജ്യോത്സ്യനെ ആ മാരാരുടെ അവസ്ഥയൊന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ രീതിയിൽ മാരാര് ശരിയാട്ടോ, ഈ ദേവനെ എന്തോ ഒന്ന് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാരാരെ ആവാഹിച്ച് ഒരു വിഗ്രഹത്തിൽ ഒരു കല്ലിൽ പ്രതിഷ്ഠിക്കണം. അന്നമനടയിലെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു ഉപദേവ, ക്ഷേത്ര മതിൽക്കെട്ടിൻ്റെ പുറത്ത് ഒരു ഉപദേവതയുണ്ട്, മാരാരുടെ ഉപദേവത. അതെങ്ങനെയോ അവിടെ അദ്ദേഹം തൂങ്ങി മരിക്കുകയോ എന്തോ ചെയ്തതാണ്, അദ്ദേഹം വിഗ്രഹത്തിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആവാഹിച്ച് പുറത്തൊരു കല്ലിൽ ഇരുത്തിയിട്ടുണ്ട്. ആ മാരാരെയും തൊഴുതിട്ടേ എല്ലാവരും പോവുള്ളൂ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ദേവതമാരുടെ എണ്ണം, ദേവതമാരുടെ വണ്ണം, ദേവതമാരുടെ രീതികൾ, ഇതൊക്കെ നമ്മൾ കേരളീയർക്ക് ഒരാൾക്ക് തന്നെ 3 നേരം 3 അഭിപ്രായമാണ്. ഒരാൾക്ക് തന്നെ 3-4 അഭിപ്രായം ഉണ്ടാവും. അപ്പൊ ഈ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക, ഏകീകരിക്കുക അത്ര എളുപ്പമല്ല. തമ്മിലിരുന്ന് ചർച്ച ചെയ്തിട്ട് എന്താ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ചിലപ്പോൾ തല്ലിന്ന് വരും. പക്ഷേ ഈ ദൈവജ്ഞൻ എന്ന ജ്യോത്സ്യൻ എന്ന പ്രശ്നക്കാരൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആരും കൗണ്ടർ ചെയ്യില്ല. അപ്പോൾ അനവധി വ്യക്തികളിൽ നിന്ന് ഒരു ഏകീകൃതമായ അഭിപ്രായം കൊണ്ടുവരാൻ ഇത് വളരെയേറെ സഹായിക്കും. മാത്രമല്ല, കാര്യത്തിൻ്റെ പുറകിൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിൽ ശരിക്കും എന്താ പറയുക, റിലയബിൾ ആണെങ്കിലും ലോജിക്കൽ ആണെങ്കിലും ഇറാഷണൽ ആണെങ്കിലും ഒരു കാരണം കിട്ടും. ശരിക്കും നമ്മളുടെയൊക്കെ പണ്ട് വീടുകളിലെ ഈ അമ്മായിയമ്മ പോരും ബാക്കിയുള്ളതൊക്കെ ഉള്ള കാലത്ത് വീട്ടിനകത്ത് അശാന്തി എന്ന് പറയുന്നത് ക്ലൈമാക്സാണ്. കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ വളരെ ക്ലൈമാക്സാണ്. അപ്പോൾ കൂട്ടുകുടുംബത്തിനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ അകത്തുള്ളവർക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർ പറയുന്നത് ഞാൻ ദൈവജ്ഞനെ വിളിക്കാം, പ്രശ്നക്കാരനെ വിളിക്കാം, കബഡി കൊണ്ടുവരാം, അപ്പോൾ കബഡി നിരത്താൻ പറയാം, അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ എന്ന് പറയുന്നവരാണ് കാരണവന്മാർ.
ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, തടസ്സങ്ങൾക്ക്, കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ കാരണം അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് പ്രശ്നം വെക്കുക എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, അത് റിപ്പീറ്റബിൾ അല്ല. ഇന്ന്, നാളെ, മറ്റന്നാൾ 5 ദിവസം 5 വ്യക്തികൾ പ്രശ്നം വെച്ചാൽ, ഒരേ വ്യക്തി 5 ദിവസം പ്രശ്നം വെച്ചാലും ഈ പറഞ്ഞത് ഓർത്ത് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അത് റിപ്പീറ്റബിൾ അല്ല. അത് മിക്കവാറും ലോജിക്കലും അല്ല, റാഷണലും അല്ല, റീപ്രൊഡ്യൂസബിളും അല്ല, സയൻറ്റിഫിക്കും അല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്സ് അവിടെ ദശാകാലം, അപഹാരം, ഛിദ്രം, സൂക്ഷ്മം ഇതൊന്നും അവിടെ ബാധിക്കുന്നില്ല. പിന്നെ ദൃഷ്ടി, ബാക്കിയുള്ളതെല്ലാം യോഗം, ഗ്രഹങ്ങളുടെ യോഗം, ദൃഷ്ടി, ഇങ്ങനെയുള്ളതൊക്കെ കുറേശ്ശെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം വെക്കുക എന്നുള്ളതിൻ്റെ അഗാധ തലത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുന്നില്ല. ഒരു കാരണം എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ കാരണം, കേരളത്തിലല്ലാതെ പ്രശ്നം വെക്കൽ ഭാരതത്തിൽ വേറൊരിടത്തും ഇല്ലെന്നാണ് 99% എൻ്റെ അറിവ്. പിന്നെ കേരളീയരെ ഭാരതത്തിൻ്റെ പല സ്ഥലത്തേക്കും, അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും എല്ലാം കൊണ്ടുപോയിട്ട് അവിടെ മലയാളികൾ അമ്പലം നടത്തുകയാണെങ്കിൽ ദൈവപ്രശ്നം വെക്കാറുണ്ട്. അത് മുഴുവൻ കേരളത്തിലെ ദൈവജ്ഞന്മാരെയാണ് കൊണ്ടുപോവുക, ജ്യോത്സ്യന്മാരെയാണ് കൊണ്ടുപോവുക. അത് ഇപ്പോൾ തമിഴ്നാട്ടിലൊരു അമ്പലം ഉണ്ടാക്കുകയാണെങ്കിൽ, ആന്ധ്രയിൽ അമ്പലം ഉണ്ടാക്കുകയാണെങ്കിലും അതിൽ ഒരു പക്ഷേ മലയാളികൾ ഭാരവാഹികളായിട്ട് ആ നാട്ടുകാരുടെ ഒരു അമ്പലം ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ മലയാളികളായിട്ടുള്ള ജ്യോത്സ്യന്മാരെ കൊണ്ടുപോകുമെന്നല്ലാതെ ആസച്ചില്ല. അപ്പം അതുകൊണ്ട് ജ്യോതിഷ ഭാഗത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഈ പ്രശ്നം വെക്കുക എന്നുള്ളതില്ല. ഏതായാലും അതിന് ഒരു പ്രത്യേക ലക്ഷ്യമുള്ളത്, പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്ദേശമുള്ളത്, വളരെ വളരെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനെ ഏകീകരിച്ചുപയോഗിക്കാനും, അതുപോലെ തന്നെ കാരണാഭാവേ കാര്യാഭാവ എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ മാതിരി എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഗ്രഹങ്ങൾ വഴി കാണിച്ചു തരും എന്ന ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ദൈവജ്ഞൻ അത് പറഞ്ഞു പോകുന്നു. പിന്നെ പ്രശ്നത്തിൽ എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് പൈതൃകം എന്ന സിനിമയാണെന്നാണ് എൻ്റെ ഓർമ്മ. സുരേഷ് ഗോപി ഒരു യുക്തിവാദിയാണ്. സുരേഷ് ഗോപിയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തിരിച്ച് നരേന്ദ്രനാഥ് എന്ന് പറയുന്ന തിരുമേനി വളരെയധികം വൈദിക കാര്യങ്ങൾ പഠിച്ച ആളാണ്, വേദപണ്ഡിതനാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഭാര്യയിൽ സർപ്പദോഷം മാറാനും മറ്റ് പിതൃദോഷം മാറാനും അങ്ങനെയുള്ള ദോഷം മാറാനായിട്ട് കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ സർപ്പദോഷം, പിതൃദോഷം ഇതെല്ലാം വരുന്നത് പ്രശ്നം വെച്ചാലേ കിട്ടുള്ളൂ. ജാതകത്തിൽ കിട്ടില്ല. ജാതകത്തിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ 9ാം ഭാവം നോക്കിയിട്ട് വല്ലതും പറയാമെന്നല്ലാതെ പ്രശ്നം വെച്ചാൽ മാത്രമേ സർപ്പദോഷമുണ്ട്. നിങ്ങൾ നോർത്ത് കേരളയിൽ പോയി കഴിഞ്ഞാൽ എത്രയാ മുസ്ലിങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് വരുന്നത്, എത്ര മുസ്ലിങ്ങളാണ് വരുന്നത് അറിയാമോ? അവരൊക്കെ ഈ സർപ്പദോഷം തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തിരി വഴിപാടുകളുമായിട്ടാണ് വരിക. ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ AKGയുടെ തറവാട് ക്ഷേത്രത്തിൽ നമുക്ക് കണ്ടാൽ അറിയാൻ സാധിക്കും. സർപ്പ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അത്രയും കോഴിമുട്ടയാ കൊണ്ടുവരുന്ന മുസ്ലിങ്ങളാ. സർപ്പദോഷം പ്രശ്നം വെച്ചിട്ട് കണ്ടിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രശ്നം വെക്കലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണം ഞാൻ തന്നില്ല. ആരൂഢ ലഗ്നം എന്നുള്ളത് ശരിക്കുള്ള സയൻറ്റിഫിക് അസ്ട്രോണമിക്കൽ പാരാമീറ്റർ എടുക്കാം, താമ്പൂലം വെച്ചെടുക്കാം, സ്വർണം വെച്ചെടുക്കാം, ചോദ്യം ചോദിക്കുന്നത് വെച്ചിട്ടെടുക്കാം, ആരൂഢ ലഗ്നം എടുക്കാം. അവിടെ നിന്ന് രാശിചക്രം അതേപോലെ വരച്ച് ഭാവവിശകലനം ചെയ്ത് ചോദ്യം ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിവരിക്കാൻ ദൈവജ്ഞന്മാർ അഥവാ ജ്യോത്സ്യന്മാർ അഥവാ പ്രശ്നക്കാർ കാര്യങ്ങൾ പറയും. അവർ കാര്യമായിട്ട് പരിഹാരവും പറയും. ആ പരിഹാരം എഴുതി കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് പ്രശ്നചാർത്തം. പ്രശ്നചാർത്തം എന്ന് പറഞ്ഞാൽ ഓരോ പ്രശ്നത്തിൻ്റെയും പരിഹാരവും കൂടി പറയും. ഇത് പണ്ടത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക്, പലപ്പോഴും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വളരെയേറെ ആശ്വാസം തരുന്നു. ഒരു വരി കൂടി പറഞ്ഞിട്ട് നിർത്താം. ഒരാൾ ആലുവയിൽ നിന്ന് ആർമിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു കേണല് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ തറവാട് വിഭജിക്കുകയാണ്, മക്കൾക്ക് വിഭജിക്കുകയാണ്. ഒരാൾക്ക്
അവിടെ സർപ്പക്കാവ് വരുന്നുണ്ട്. അത് അയാൾക്ക് വളരെയധികം ഭയമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്, അത് മാറ്റി പ്രതിഷ്ഠിക്കണം എന്നുള്ളതാണ്. അപ്പം 2 അഭിപ്രായം വന്നിരിക്കുന്നു. സർപ്പക്കാവ് എടുക്കാൻ സാധിക്കുന്നവർക്ക് ഇരട്ടി സ്ഥലം കൊടുക്കാം, ബാക്കി സ്ഥലം എല്ലാവർക്കുമായിട്ട് വിഭജിക്കാം എന്നുള്ള ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം സർപ്പക്കാവെല്ലാം മാറ്റി ആ ലാൻഡ് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തതിന് ശേഷം മതി ഡിവൈഡിങ്, അത് എല്ലാവർക്കും ഒരേപോലെ. അപ്പോൾ സർപ്പക്കാവ് മാറ്റുന്നത് വളരെ റിച്ച് ഫാമിലിയാണ്. അവിടെ അടുത്തുള്ള ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരൊരു 4-4.5 ലക്ഷം രൂപയുടെ ചാർത്ത് കൊടുത്തു. അതെല്ലാവരും കൂടി വായിച്ചു നോക്കിയപ്പോഴത്തേക്കും അത് കുറച്ച് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, വേറൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി. അയാൾ ഇതൊന്നും അറിയാതെ, കുറേ ദൂരെയുള്ള ഒരു ജ്യോത്സ്യനാണ്, അയാൾ എന്ത് ചെയ്തു, അയാളൊരു 2-2.5 ലക്ഷം രൂപയുടെ കൊടുത്തു. ഇത് കൃത്യമായിട്ട് സംഭവിച്ചത് തന്നെയാണ്, കഥയല്ല. മൂന്നാമത്തെ ഒരാൾ ഒരു 1.5 ലക്ഷം രൂപയുടെ ചാർത്ത് കൊടുത്തു. അപ്പോൾ എല്ലാവരും കൂടി ചേർത്ത് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, തിരുവനന്തപുരത്ത് ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്, അയാളോട് വിളിച്ച് ചോദിക്കാം എന്താ വേണ്ടത് എന്ന്. അത് ആരോ ഉപദേശിച്ചിട്ടാണ്. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ആരുടെയോ അടുത്ത് പോയി നിങ്ങളുടെ ലാൻഡിൻ്റെ അളവൊക്കെ പറഞ്ഞു കാണും, നിങ്ങളുടെ എല്ലാവരുടെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കാണും, അങ്ങേര് ഒരു 5 ലക്ഷം രൂപയുടെ ചാർത്ത് തന്നു കാണുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെന്നും അല്ലെന്നും പറയാതെ പിന്നെ 2ാമത്തെ ആളുടെ അടുത്ത് പോയി, പിന്നെ 3ാമത്തെ ആളുടെ അടുത്ത് പോയി, പിന്നെ ഇപ്പം എന്നെ വിളിച്ചിട്ട് പരിഹാരം കാണാൻ. നമ്മൾ നിങ്ങൾ ഓരോ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോയിട്ട് ഓരോ ചാർത്തും എടുത്തുകൊണ്ട് വന്നിട്ട് അവസാനം ഞാനൊരു സൊല്യൂഷൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങൾ ബ്രദേഴ്സ് അത് ചർച്ച ചെയ്തു എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ബ്രദേഴ്സിൽ ഒരാൾക്ക് ഈ 5 ലക്ഷം രൂപ പറഞ്ഞ ആളെ വിശ്വാസമുള്ളൂ, മറ്റേ ആൾക്ക് 2ാമത്തെ ആളെ വിശ്വാസമുള്ളൂ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഈ ജ്യോതിഷത്തിലും പ്രശ്നത്തിലും വിശ്വാസമില്ല. അവരുടെ ഇടയ്ക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് എന്തിനാ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാം കൂടി വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് പരസ്പരം ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. അതല്ലാതെ നിങ്ങളുടെ കൂടെ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങളുടെ സർപ്പത്തിനെ ആവാഹിച്ചു കൊണ്ടുവന്നിട്ട് അവനവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിക്കുന്ന പാമ്പുമേക്കാട് തിരുമേനിയുടെയോ അതല്ലെങ്കിൽ മണ്ണാർശാലയിലെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെയോ ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ 2, 3, 4 പരീക്ഷണം നടത്തിയിട്ട് അവസാനം എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രശ്നം വെക്കലാണ് എന്നെ വിളിച്ചത്. അല്ലെങ്കിലും എനിക്ക് പറ്റില്ല, ഞാൻ ഉത്തരം കൊടുക്കില്ല. നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഒറ്റ രീതിയിൽ തീരുമാനിക്കുക, അത് കഴിഞ്ഞിട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ ചോദ്യത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കരുത്, ഞാൻ ഉത്തരവും പറയില്ല എന്ന് പറയേണ്ടത്. അപ്പോൾ പലപ്പോഴും ഈ സർപ്പത്തിൻ്റെ ആവാഹനം, പിതൃക്കളുടെ ആവാഹനമൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളവരുണ്ട്, മീഡിയോക്കറായിട്ട് ചെയ്യണമെന്നുണ്ട്. അതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അത് അയാൾക്കൊരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുപോക്കോട്ടെ, നമ്മുടെ തലയിൽ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ ഈ ദൈവജ്ഞന്മാരുടെ, നമ്മുടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം വെക്കുന്നവരുടെ രീതികളും ബാക്കിയെല്ലാമാണ്. അതിൽ തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്നവരുണ്ടോ, ശരി ചെയ്യുന്നവരുണ്ടോ, തെറ്റ് ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാത്തിലും മായം. ഇവിടെ ഈ കേരളത്തിലെ ഏറ്റവും മുകളറ്റത്ത് ഭരിക്കുന്നവർ മുതൽക്ക് ഏറ്റവും ചുവടറ്റം വരെ അഴിമതിയുടെയും കള്ളത്തരത്തിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും കള്ളക്കടത്തിൻ്റെയും കള്ളനോട്ടിൻ്റെയും എല്ലാം ആൾക്കാരായിരിക്കുന്നു. പോലീസുകാരുൾപ്പെടെ, നിയമജ്ഞരുൾപ്പെടെ, ജഡ്ജിമാരുൾപ്പെടെ പലപ്പോഴും ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ജ്യോത്സ്യന്മാരും പ്രശ്നം വെക്കുന്നവരും ദൈവജ്ഞന്മാർക്കും അവരൊന്നും ഇതുപോലെ ഉള്ളതിൽ പെടരുത് എന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. അവരിലുമുണ്ട് കള്ളനാണയങ്ങളെന്ന് മാത്രം മനസ്സിലാക്കുക. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ആവശ്യമില്ലാതെ പ്രശ്നം വെക്കാനും മറ്റുള്ളതിനും പോകാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ നല്ല കർമ്മങ്ങൾ ചെയ്യാം, നല്ല പ്രവൃത്തി ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് നടത്തുകയോ അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കുകയോ നല്ല ആശ്രമങ്ങളിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ, ബാലികാ സദനം, വൃദ്ധസദനം, വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും അവരെ നിങ്ങൾ സഹായിക്കുക. ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. നിങ്ങൾ ഈ പ്രശ്നം വെക്കുന്നത് ദൈവവും തമ്മിൽ ഒരു ബന്ധമില്ല. ദൈവത്തിനെ ബന്ധപ്പെടുത്തിയിട്ട് ദൈവം നിങ്ങളുടെയും പ്രശ്നത്തിൻ്റെയും ഇടയ്ക്ക് നിന്ന് ഒരു ബ്രോക്കറായിട്ട് നിന്ന് നിങ്ങൾ കൊടുക്കുന്ന വഴിപാട് ദൈവം സ്വീകരിച്ച് ദൈവം ഒരു മാഫിയ സംഘത്തിൻ്റെ, കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളെ പോലെ ദൈവം പ്രവർത്തിക്കില്ല. നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ അമ്പലപ്പുഴ കൃഷ്ണന് ഒരു 5 ലിറ്റർ പാൽപ്പായസം കൊടുത്ത് നിങ്ങളുടെ പ്രശ്നം അങ്ങേര് പരിഹരിക്കുമെന്ന് ധരിക്കുന്നത് തെറ്റാണ്. ദൈവം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പൈസയും വഴിപാടും മേടിച്ചിരിക്കുന്ന പാർട്ടി അല്ല, അങ്ങനെ ധരിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വഴിപാടൊക്കെ നടത്തുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നുവെങ്കിൽ ധൈര്യമായിട്ട് നടത്തുക. ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ദൈവം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല, ഒരാളുടെയും പ്രശ്നം ഒരു ദൈവവും പരിഹരിക്കില്ല. എന്താ കാരണം? ദൈവത്തിൻ്റെ ജോലി പ്രശ്നം ഉണ്ടാക്കലും പരിഹരിക്കലും അല്ല.
ദൈവത്തിൻ്റെ ജോലി അതല്ല. സാക്ഷി ഭാവത്തിൽ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ആ ഈശ്വരൻ എന്നൊരു സങ്കല്പം. ഒരു വരി കൂടി പറഞ്ഞാൽ, ലീഗൽ സിസ്റ്റം കേരളത്തിൽ ഭാരതത്തിലുണ്ട്. അന്വേഷണ സംഘമുണ്ട്, CBI ഉണ്ട്, NIA ഉണ്ട്, പോലീസ് ഉണ്ട്, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്, അതുപോലെ ഇന്റർപോൾ ഉണ്ട്, മിലിറ്ററി റോ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കുഴപ്പങ്ങളും എന്തെങ്കിലുമൊക്കെ തിന്മകളും ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെടും എന്ന ആ ഭയവും ആ വിശ്വാസവും ആ തോന്നലുമാണ് 90% പൗരന്മാരെയും നല്ല രീതിയിൽ ജീവിക്കാൻ നിർബന്ധിതമാക്കുന്നത്. പിന്നെ ധർമ്മബോധം, അതൊരു 10-15 പേർക്ക്. കൈക്കൂലി വാങ്ങിക്കുന്നതും എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യാൻ കാരണം എന്താ? എന്നെങ്കിലും പിടിക്കപ്പെടുമെന്ന ഭയം. ഈശ്വരൻ എന്ന സാക്ഷി ഭാവത്തിലെ പ്രതിഭാസത്തിനും നമ്മളുടെയൊക്കെ പൈസ വാങ്ങിച്ച് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണെങ്കിൽ ഈ ദൈവം എന്തിനാ നമുക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമുക്ക് പ്രശ്നം ഉണ്ടാക്കാതെ അങ്ങേർക്ക് വെറുതെ ഇരുന്നാൽ പോരെ. അങ്ങേര് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പരിഹരിക്കാൻ പോകുന്നതിന് പകരം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്നും അന്നും എന്നും വേദം വായിക്കുകയും പൂജ ചെയ്യുകയും നിങ്ങളെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കുകയും നിങ്ങളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമവും എല്ലാം ചെയ്യിപ്പിക്കുകയും ഈ വരുന്ന 14-ാം തീയതി ഡിസംബർ 14 കറുത്ത വാവ അമാവാസി ദിവസം 6:30 മണിക്ക് നിങ്ങളെ കൊണ്ട് ഋണത്രയ തർപ്പണം ചെയ്യിക്കും എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ് ഇതും പറയുന്നത്. അതുകൊണ്ട് 2 വഞ്ചിയിൽ കാലുവെക്കല്ല. ഭാരതത്തിന്റെ ആത്മീയത ദൈവത്തിന് കൈക്കൂലി കൊടുത്തിട്ട് പ്രശ്നം വെക്കലല്ല. പിന്നെ എന്തിനാ ദൈവത്തിന് വഴിപാടിന് കൊടുക്കുന്നത്? ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, പഞ്ചമഹായജ്ഞം വീടുകളിൽ നടത്തിയിരുന്നു, ഇപ്പം നടത്തുന്നില്ല. അത് നടക്കുന്നത് ക്ഷേത്രങ്ങളിലാണ്. ആ പഞ്ചമഹായജ്ഞത്തിൽ നിങ്ങൾ പങ്കെടുക്കാനാണ് അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, തന്ത്രജ്ഞരും മന്ത്രജ്ഞരും നമ്മുടെ പൈതൃകത്തിന്റെ രചയിതാക്കൾ എഴുതിയതാണത്. അത് എൻ്റെ തോന്നിയ മാതിരി ഞാൻ ഇതിനെ വിവരിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയല്ല. ഈ പഞ്ചമഹായജ്ഞത്തിൽ പങ്കെടുക്കാനാണ് ക്ഷേത്രങ്ങൾ വേണ്ടത്. ക്ഷേത്രം മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, സർവചരാചരങ്ങൾക്കും സ്ഥിരവും ശാശ്വതവുമായ നന്മ തരുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിനൊരു റോളുണ്ട്. പറയാൻ പാടില്ലാത്ത ഉദാഹരണം, റേഷൻ കടയ്ക്ക് ഒരു റോളുണ്ട്, വില്ലേജ് ഓഫീസിന് ഒരു റോളുണ്ട്, പഞ്ചായത്ത് ഓഫീസിന് ഒരു റോളുണ്ട്, ബാർബർ ഷോപ്പിന് ഒരു റോളുണ്ട്, കോടതിക്ക് ഒരു റോളുണ്ട്. അതുപോലെ തന്നെ അമ്പലങ്ങൾക്ക് ആത്മീയ അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു റോളുണ്ട്. ആ റോളിൽ എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ ഞാൻ ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിപ്പിക്കാൻ എന്നുള്ള ഒരു ഏജൻസി അല്ല അമ്പലം. മറിച്ച് തിന്മകൾ ചെയ്യാതിരിക്കാനും ജീവിതത്തിലെ പഞ്ചമഹായജ്ഞം എന്ന മഹായജ്ഞത്തിൽ പങ്കെടുക്കാനുമുള്ള ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. ഇനി ക്ഷേത്രത്തെക്കുറിച്ച് ഇടയ്ക്ക് പറയുന്നുണ്ടാവും. ഇനി ഒരു ചെറിയ ആഗ്രഹമുള്ളത്, നാളെ ഒരു പ്രത്യേക രീതിയിൽ വേദം വായിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു 2-3 ദിവസത്തെ ക്ലാസ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ലഭ്യമായ സംവിധാനം ഉപയോഗിച്ച് ഇങ്ങനെ വേദത്തെ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് സ്വരം, ഉദാത്തം, അനുദാത്തം, സ്വരിതം, രേപം, ഹ്രസ്വം, പ്രജേയം, അനുനാസിക, കമ്പം, ദീർഘകമ്പം, പ്ലുതം 10 സ്വരങ്ങളോടുകൂടി ഒരു 10 ഗായത്രി മന്ത്രം എങ്ങനെയാ ജപിക്കുക, അത് നാളത്തെ ക്ലാസ്സിൽ വരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾ 2-3-4 ദിവസം കൂടി വേദമന്ത്രങ്ങൾ വായിക്കേണ്ടതിൻ്റെ രീതിയിൽ പ്രൊഫസർ വൈദ്യനാഥൻ സാറ് സായിബാബയുടെ നിർദ്ദേശപ്രകാരം ധാരാളം പുസ്തകങ്ങൾ, വേദമന്ത്രങ്ങൾ മലയാളത്തിലേക്ക് സ്വരത്തോടുകൂടി ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ അല്ല, ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്വരത്തോടുകൂടി വായിക്കണമെന്ന് ഒരു 1000-ലെ 10 പേർക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത 2-3-4 ദിവസം വേദപഠനം ഏതാണ്ട് ഈ സമയത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഏതാണ്ട് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അപൂർണമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു 2 മണിക്കൂറോ അരമണിക്കൂറോ കൊണ്ട് പറയേണ്ടതല്ല ജ്യോതിഷത്തിലെ പ്രത്യേകിച്ച് പ്രശ്നഭാഗം എന്നും അറിയാം. എങ്കിലും വൈകുന്നേരം കിട്ടിയ സമയത്ത് ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത്. വളരെ വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും. അബ്ദുൾ ലത്തീഫിന് ഉൾപ്പെടെ, അബ്ദുൾ ലത്തീഫ് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഉൾപ്പെടെ എല്ലാവർക്കും ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതിയഹം പ്രാർത്ഥയ. നന്മ വരട്ടെ. 14-ാം തീയതി 6:30 മണിക്ക് 14 അമാവാസി ദിവസം രാവിലെ 6 ഒറ്റ ബാച്ചേ ഉള്ളൂ. ഒരു 15-20 മിനിറ്റ്, അത്രയും വേണ്ട, എക്സ്പ്ലനേഷനോട് കൂടിയാണ് അത്രയും വരുന്നത്. അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർ അച്ഛനോ
അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുള്ളവർ വേണ്ട. ഒരാളെങ്കിലും ഇഹലോകവാസം വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേരും വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തർപ്പണം കൊടുക്കാം. അതല്ലെങ്കിൽ കുട്ടികൾക്കും തർപ്പണം കൊടുക്കാം. അതിൽ അച്ഛൻ്റെയും അമ്മയുടെയും പേര് വരുമ്പോൾ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുള്ളവർ കൊടുക്കരുത് എന്ന് ഞാൻ പറയുന്നത് കുട്ടികളെ കൊണ്ട് അനുസരിപ്പിക്കാമെങ്കിൽ അവരെ കൊണ്ടും പങ്കെടുപ്പിക്കാം. എന്തായാലും വളരെ ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാവുന്ന, ലളിതമായിട്ടുള്ള എക്സ്പ്ലനേഷനോട് കൂടി ചെയ്യാവുന്നതാണ് അത് എന്ന് നിങ്ങളോട് പറയുന്നു. പ്രണാമം, നമസ്കാരം.